ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാണിടും ദക്ഷമാതാന്ധത ഭഞ്ജക ദാക്ഷായണീ മനോരഞ്ജക നിന്ദയാ ദാക്ഷിണ്യപൂർണമീ യജ്ഞഭൂമി ദക്ഷിണ കാശിയാം കൊട്ടിയൂർ വാണിടും ദക്ഷമാതാന്ധത ഭഞ്ജക. ഓം നമഃ ശിവായ. ഹായ് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ്. മെയ് ജൂൺ മാസത്തിൽ മഴക്കാലത്ത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം. ദക്ഷയാഗവുമായി ബന്ധമുള്ളതാണ് ക്ഷേത്രചരിത്രം എന്നാണ് പറയപ്പെടുന്നത്. ഹൈന്ദവ പുരാണമനുസരിച്ച് തൻ്റെ മകൾ സതീദേവിയെയും ഭർത്താവ് ശിവനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്തി. എന്നാൽ ശിവന്റെ വിലക്കിനെ മറികടന്ന സതീദേവി യാഗത്തിന് പോവുകയും അവിടെ വെച്ച് സ്വപിതാവിനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. അപമാനഭാരത്താൽ ആത്മാഹുതി ചെയ്ത സതീദേവിയെ അന്വേഷിച്ച് പരമശിവൻ അവിടെ എത്തുകയും രോഷാകുലനായി ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ബാവലി നദിയുടെ ഇരു കരകളിലുമായി അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രങ്ങളുണ്ട്. വൈശാഖ മാസത്തിലെ ഉത്സവത്തിന് 28 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. ഓരോ വർഷവും കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് ജനങ്ങളാണ് ക്ഷേത്ര ദർശനത്തിന് എത്തിച്ചേരുന്നത്. നല്ല തിരക്കുണ്ടായിട്ടും ഞങ്ങൾക്കും സുഖമായി ദർശനം കിട്ടി. ഗിരീഷേട്ടൻ എന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് നല്ലൊരു ദർശനം കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ സാധ്യമായത്. എന്തായാലും നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.